ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിസ്സാര ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ ഒരു കാര്യമെന്ന് പറയുന്നത് കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. ഇന്നത്തെ ഒരു കാലം എല്ലാവരും ഒരു 4 മൊബൈൽ ഉണ്ട് എങ്കിൽ വീട്ടിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 4 പേരും 4 മൂലക്കിരുന്നിട്ട് മൊബൈൽ തോണ്ടി കളിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട നിസ്സാരമായ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു 1.5 വയസ്സുള്ള ഒരു ചെറുമോൻ ഇന്ന് റോഡിലേക്ക് 50 മീറ്ററോളം ദൂരെയുള്ള റോഡിലേക്ക് ഏഞ്ഞു പോയിട്ട്, അതും നടു റോട്ടിൽ, അതും ബസ്സിൻ്റെ മുന്നിൽ അകപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഇന്ന് രാവിലെയൊക്കെ 8:30 സംഭവം. ആ ബസ് എന്ന് പറയുന്നത് 2 മിനിറ്റ് ഗ്യാപ്പിൽ ഫാറൂഖിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ബസ്സാണ്. ആ ബസ്സിൻ്റെ പേര് സഫ മർവ എന്നാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് നമുക്കിന്ന് രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് ഒരു പിഞ്ചു മോൻ്റെ ജീവിതമാണ്. പിഞ്ചു മോൻ എന്ന് തന്നെ പറയണം. കാരണം അത്രയും ചെറുതാണ്, നടക്കാൻ പോലും ആയിട്ടില്ല. മുട്ടിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നടു റോട്ടിലെത്തി എന്ന് പറയുമ്പോൾ ആ സംഭവത്തിൻ്റെ ഒരു ഗൗരവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആ ഒരു ബസ് പാസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നിൽ കൂടി 2-3 ബൈക്കുകളും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയും കടന്നു പോയിട്ടുണ്ട്. ആ സെക്കൻഡുകൾ കൊണ്ടൊന്നും അവരാരും കാണാത്ത ഒരു കാഴ്ച ഈ ബസ് ഉടമയുടെ മുമ്പിലെത്തിയപ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിലുള്ളവരൊന്നും ഈ കുട്ടിയെ കണ്ടില്ല. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അതൊക്കെ സംഭവത്തിൽ ദുരൂഹത കൂടി വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ ആ കുട്ടിയെ ജീവനോടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ബസ് ഡ്രൈവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബസ്സിലെ ഡ്രൈവറുടെ പേര് നവാസ് എന്നാണ്. ഏതായാലും ആ സന്തോഷകരമായ ആ കാഴ്ച നമുക്ക് ഒന്ന് കാണാം. ഏതായാലും നിങ്ങൾ കണ്ടു കാണും എത്ര സ്പീഡിൽ വരുന്ന ബസ്സാണ്. ബസ്സിൽ നിന്ന് പെണ്ണുങ്ങളൊക്കെ ഒച്ചത്തിൽ, തീർച്ചയായിട്ടും ഒച്ചയെടുത്ത് ആർത്ത് വിളിച്ച് പറയുകയാണ് ആരുടെ കുട്ടിയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സമയത്ത് രാവിലെ 8:30 എന്നൊക്കെ പറയുമ്പോൾ വളരെ റഷ്യായ ഒരു ടൈമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ബസ് കഴിഞ്ഞ് മറ്റേ ബസ്സിന് ഏകദേശം 2 മിനിറ്റ് ഗ്യാപ്പൊക്കെയാണ്. അവർ അത്രയും സ്പീഡിലാണ് പോവുക. കാരണം ഒരു വളവ് കഴിഞ്ഞ് തുടർന്ന് വരുന്നൊരു വളവിലേക്ക് നീങ്ങുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വലതുവശത്തേക്ക് നോക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ബസ്സിനൊക്കെ പെട്ടെന്ന് ഇത്ര താഴേക്കുള്ള ചെറിയ അയഞ്ഞു വരുന്ന ഈ കുട്ടികളെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. പ്രത്യേകിച്ച് മഴയും രാവിലെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. സ്ലിപ്പാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. എന്തായാലും ആ പിഞ്ചു മോൻ്റെ ഒരു ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈവറുടെ സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് സാധിച്ചു. ഞാൻ പറഞ്ഞതുപോലെ രാമചന്ദ്രേട്ടൻ എന്നാണ് ആ ഡ്രൈവറുടെ പേര്. അദ്ദേഹം 10-15 വർഷമായിട്ട് ഈ ജോലി നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കണം. കാരണം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ വേണ്ടി സാധിച്ചു. ഏകദേശം കുട്ടിയുടെ അടുപ്പിച്ച് 50 മീറ്ററോളം അടുത്ത് വരെ ബസ് എത്തി എന്നുള്ളതാണ്. ഏതായാലും നടു റോഡ് ഏകദേശം കുട്ടി ഫസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിയാനെത്തി ആ വെള്ള ലൈനിൻ്റെ അടുത്ത് വരെ ആ കുട്ടി എത്തിയത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ആ CCTVയിൽ കാണാൻ വേണ്ടി സാധിക്കും. സഫ മർബ എന്ന് പറയുന്ന ആ ഒരു ബസ്സിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊണ്ടോട്ടി വലിയ പറമ്പ് ചെറുമുറ്റം റോഡിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം നടന്നത്. കിണറുപടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഏകദേശം ഈ കുട്ടിയെ കണ്ടു കിട്ടിയത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഏതായാലും ഈ സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ബസ് ഡ്രൈവറുടെയും അതുപോലെ തന്നെ കണ്ടക്ടറായ നവാസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയും എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അവരുടെ ജീവിതത്തിൽ തന്നെ അവർ പറയുന്ന ആദ്യത്തെ സംഭവമാണ് എന്നാണ്. തീർച്ചയായും നമുക്കത് കേൾക്കാം. മുഴുവൻ പേരെന്താ? രാമചന്ദ്രൻ. ഈ രാമചന്ദ്രൻ ചേട്ടനാണ് കൃത്യമായിട്ട് ആ ബസ് ബ്രേക്ക് ചവിട്ടുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ കുഞ്ഞിനെ ഒരു ഏകദേശം 100 മീറ്റർ അപ്പുറത്തല്ലേ ബ്രേക്ക് ചവിട്ടുന്നത്. എങ്ങനെയാണ് അത് കണ്ടത് പറഞ്ഞാലേ, ഞാൻ ആ സ്റ്റോപ്പിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റിയിട്ട് വണ്ടി ഇങ്ങോട്ട് വലിപ്പിക്കുമ്പോൾ ഒരു വളവാണ്. ആ വളവ് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് വലത്ത് ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അത് ശ്രദ്ധിക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ മുട്ടുത്തി ചെയ്യുന്നതാണ് കാണുന്നത്. അത് ഞാൻ കണ്ട് വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോൾ തന്നെ ഈ ഫ്രണ്ടിലിരിക്കുന്ന യാത്രക്കാർ ലേഡീസും കണ്ട്. അപ്പോൾ ഓരും പറഞ്ഞു ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് ഓരും ഭയങ്കര ആർപ്പ്, ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുക വണ്ടി ചിലപ്പോൾ നമ്മളെ വണ്ടി പാസ് ചെയ്ത് വരുമ്പോഴത്തേന്
എങ്ങനെ ഞാനാണെങ്കിൽ പെട്ടെന്നൊരു ഷോക്കിലിങ്ങനെ തരിച്ച് നിന്നുപോയി. ചന്ദ്രേട്ടൻ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് കുട്ടി മുട്ടിലെറിഞ്ഞ് റോഡിലോട്ട് വരുന്നുണ്ടല്ലേ? സെൻറ്ററിലേക്ക് ഇങ്ങനെ വന്നുകൊടുക്കുക. സെൻറ്ററിലെത്തിനെ അല്ലേ അവസ്ഥ? സെൻറ്ററിലെത്തിന്, സെൻറ്ററിൽ വെള്ള വരൻ്റെ അവിടെ എത്തിന്. കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതോടെ നീട്ടി ഹോൺ അടിക്കുന്നൊക്കെ നീട്ടി ഹോൺ അടിച്ചു. ഞാൻ നീട്ടി ഹോൺ അടിച്ചിട്ട് കുട്ടി ഇത് നടക്കുന്ന കുട്ടിയാണെങ്കിൽ നടന്നോട്ടെ മരിക്കുന്നോട്ടെ. അപ്പോൾ പിന്നെ ഇത് മുട്ടുത്തി എഴുണ കാണുന്നത്. അപ്പോൾ എനിക്ക് പണി ഇത് ഭയങ്കര ഡേഞ്ചറാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എനക്കും കൂടി ഫ്രണ്ടൊന്നും കൂടി എനിക്ക് കയറ്റി ഒന്ന് ക്രോസിൽ നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇട്ട് അതിൽ നവാസ് ഇതിൽ ഇറങ്ങി വന്ന് നവാസിൻ്റെ മുഖത്ത് ഒരു കുട്ടിയെ താറിനെ ഞാൻ കണ്ട് കുട്ടീനെ പോയി വാരി എടുത്ത്. അതാണ് ഒന്നൊന്നര ബ്രേക്കിംഗ് ആണെന്ന് പറയുന്നത്. ഒന്നൊന്നര അല്ലെങ്കിലും എന്നാലും നമ്മൾ കുറേ കാലമായിട്ട് ഡ്രൈവറല്ലേ, ആ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ആ ബ്രേക്കിങ്ങിൽ അല്ലെങ്കിൽ നല്ല പോരലാണ് പോരാ. ആ ട്രിപ്പിൽ നമുക്ക് പുളിക്കലൊരു 50 ആകുമ്പോഴത്തേന് പാസ് ചെയ്യണം. ഈ ഇവിടെ പോയിട്ട് ആലക്കപ്പുറമ്പ് പോയിട്ട് തിരിച്ച് വരുന്നിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളെയും കയറ്റി ഉള്ള ടിക്കറ്റും കയറ്റിയിട്ട് വേണം എനിക്ക് പുളിക്കൽ പാസ് ചെയ്യണം. 2 മിനിറ്റ് ഗ്യാപ്പുള്ളൂ പുളിക്കന്ന് പറവക്കിലേക്ക്. എനിക്ക് അത്യാവശ്യം റോഡൊക്കെ പോകുന്ന വണ്ടികൾ പോകുന്ന റോഡല്ലേ? ഇല്ല, ഇവിടെ കോറികളും ക്രഷറുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ്. ഭയങ്കര ഡേഞ്ചർ റോഡ് തന്നെ. ചന്ദ്രേട്ടൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ നവാസ്ക ഈ ബസ് കണ്ടക്ടറാണ്. വലിയൊരു രക്ഷാപ്രവർത്തനമാണ് കയ്യാറ്. അപ്പോൾ തന്നെ ഓടി ഇറങ്ങി നമ്മൾ കുട്ടിയെടുത്ത് മാറോടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി. അതെ കണ്ട ഉടനെ തന്നെ ഞാൻ ഇറങ്ങി ചെന്നാണ്ട് കുട്ടീനെ എടുത്താണ്ട്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ആൾ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനെ കൈമാറുകയും ചെയ്തു ഉടനെ തന്നെ. എനിക്ക് തോന്നുന്നു വീട്ടുകാർ കണ്ടിട്ടില്ല തോന്നുന്നുള്ളേ. കുട്ടി ഇങ്ങനെ മുട്ടിലെഴിഞ്ഞ് പോകുന്നതാണ് കുട്ടി. അദ്ദേഹം അവിടെ സിറ്റൗട്ടിൽ ഇത് വായിച്ചിരിക്കുന്നുണ്ട്, പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് പോകുന്നതാണ്. ഏതായാലും രാമചന്ദ്രേട്ടൻ്റെ കൈകൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള തീർച്ചയായിട്ടും ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യവും. കാരണം ഒരു ദൈവത്തിൻ്റെ ഒരു കൈയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം അത്രയും രാവിലെ ആ ഒരു വീട്ടിൽ നിന്നും ആ കുട്ടി എഴിഞ്ഞ് റോഡിലെത്തിയത് ആ വീട്ടുകാർ കണ്ടില്ല എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം ഈ റോഡ് പക്കത്തൊക്കെ വീടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 100% ആ ഗേറ്റ് അടച്ചിട്ട് തന്നെ കുട്ടികളെ വളർത്തണം. കാരണം അത്തരത്തിൽപ്പെട്ട ഒരു വീടിൻ്റെ അടുത്തൊക്കെ ഈ റോഡുകളുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം തന്നെ കുട്ടികളെ വളർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊക്കെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മുഴുകിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ് 100%. അവരിപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പത്രം വായിക്കുന്ന സമയത്ത് കാണാതെ പോയതാണ് എന്നൊക്കെ. ഏതായാലും നമുക്ക് 100% ഉറപ്പിക്കാം, ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ അവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഏകദേശം 10-50 മീറ്ററോളം സ്ഥലത്തേക്ക് ആ കുട്ടി അഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊണ്ടൊന്നും അങ്ങനെ റോഡുമിൽ എത്താൻ മാത്രം ആ കുട്ടി വലുതായിട്ടില്ല. 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏതായാലും റോഡിൻ്റെ നടുവിൽ വരെ എത്തിയതിന് ശേഷവും അവർ അതിനെക്കുറിച്ച് യാതൊരു ബോധവാന്മാരായിരുന്നില്ല. വീട്ടിൽ ആളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ആളില്ല എന്ന്. വീട്ടിൽ അച്ഛനും വാപ്പയും അതുപോലെ തന്നെ ഉമ്മയും എല്ലാം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആ കുട്ടിയെ വാരി എടുത്തത് നവാസ് എന്ന് പറയുന്ന കണ്ടക്ടറാണ്. അതുപോലെ തന്നെ ഓടിച്ചിരുന്ന ബസ് സഫാ മർവ എന്ന് പറയുന്ന ബസ്സാണ്. ഈ ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടി വലിയ പറമ്പത്ത് ചെറുമുറ്റം റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. പുതിയടത്ത് പറമ്പ് ഫാറൂഖിലേക്ക് ഓടുന്നതിനിടയ്ക്കാണ് ഈ ചെറുമുറ്റം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഒഴിവായത്. തലനാരിയേക്ക് വലിയൊരു അപകടം ഒഴിവായത്. നമുക്ക് അങ്ങനെ ആ ബസ് അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത് തന്നെയാണ്. അത്രയ്ക്കും വലിയ ഒരു ദുരന്തം അവിടെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഏതായാലും ചന്ദ്രേട്ടനെ എത്ര നമുക്ക് അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട ഈ നിസ്സാര ശ്രദ്ധക്കുറവുകൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മുടെ മക്കളുടെ ജീവൻ തീർച്ചയായിട്ടും അതിനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഉമ്മമാരും ഉപ്പമാരും അതുപോലെ തന്നെ സഹോദരിമാരും എല്ലാം ഈ വീഡിയോ കാണണം. നിങ്ങളുടെ വീടുകൾ ഈ റോഡിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റോഡിൻ്റെ അടുത്തല്ലെങ്കിലും തീർച്ചയായിട്ടും ഗേറ്റുള്ള വീടാണെങ്കിൽ 100% നിങ്ങൾ ഗേറ്റ് പൂട്ടിയിടുക നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. ആ ശ്രദ്ധ നിങ്ങൾ പാലിച്ചിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടി ആ റോഡുമിലേക്ക് എത്തുകയില്ലായിരുന്നു. അത് തടയാൻ വേണ്ടി സാധിക്കും. ആ ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടത്തിലേക്ക് പോയത്. ഏതായാലും അൽഹംദുലില്ലാ നമുക്ക് ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി. വലിയൊരു ചരിതാർത്ഥ്യവും സന്തോഷത്തിലും തന്നെയാണ് രാമചന്ദ്രേട്ടനും അതുപോലെ തന്നെ നവാസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ കുട്ടിയും അതുപോലെ തന്നെ ഇവരെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ താരങ്ങളായി മാറിയിരിക്കുകയാണ്. അതിനുള്ള അഭിനന്ദനവും തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.